നമസ്കാരം. മോഷൻ എ പ്ലെയിൻ എന്ന വീഡിയോ സീരീസിൻ്റെ തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതിലാണ് നമ്മൾ ആക്ച്വലി മോഷൻ എ പ്ലെയിൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതായത് മോഷൻ വൺ ഡയമെൻഷനിൽ പഠിച്ച അതിൻ്റെ എക്സ്റ്റൻഷൻ, അതായത് അത് മോഷൻ എ പ്ലെയിനിൽ വരുമ്പോൾ എങ്ങനെ അതൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പം കഴിഞ്ഞ രണ്ട് വീഡിയോ സീരീസ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷനെ പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്റ്റേഴ്സിൻ്റെ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പം ആ വെക്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോ സീരീസിൽ പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മോഷൻ വൺ ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം, അതെങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ മോഷൻ വൺ ഡയമെൻഷനിൽ നിങ്ങൾ പഠിച്ച ആദ്യത്തെ രണ്ട് കൺസെപ്റ്റുകൾ ഇവിടെ നമുക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടറും പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. പൊസിഷൻ വെക്ടർ എങ്ങനെയാണ്? പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം R = ഇപ്പം 2 ഡയമെൻഷൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെ വരും? നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം xi + yj എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ അതെങ്ങനെ വരും? ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു 2 ഡയമെൻഷൻ വരയ്ക്കുക, അവിടുന്ന് ഒരു R വെക്ടർ വരയ്ക്കുക. എപ്പോഴും പൊസിഷൻ വെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളിരിക്കുന്ന ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുന്നു ഫ്രം ദി ഒറിജിൻ വിത്ത് ഒരു വെക്ടർ ഹെഡ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് പോയിൻ്റ് P, ഇതാണ് വെക്ടർ R. ഞാൻ വെക്ടർ R എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പണൻറ്റ് ഫോം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണം, ചുമ്മാ ജസ്റ്റ് വരയ്ക്കാം. ഇവിടെ y j എന്ന് പറയാം. ഈ സൈഡിൽ നിങ്ങൾക്ക് എക്സ് ഐ ക്യാപ്പ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ അതിനെ സൂചിപ്പിക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എക്സ് ഐ ക്യാപ്പ് എന്നുള്ള വെക്ടർ ഈ ഡയറക്ഷനും എലോങ് എക്സ് ഡയറക്ഷനും, വൈ ജെ ക്യാപ്പ് എന്നുള്ളത് എലോങ് വൈ ഡയറക്ഷനിലുമാണ് ഈ രണ്ട് വെക്ടേഴ്സ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മാണ് നമ്മുടെ ആർ വെക്ടർ, പൊസിഷൻ വെക്ടർ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങനെ വരയ്ക്കണം? അതിന് നമുക്ക് ഇവിടെ ഐഡിയ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം അല്ലേ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഫിഗറിൽ വരച്ച് കാണിക്കാം. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഇരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ P ആയിരുന്നു. അപ്പോൾ ഞാൻ Pയിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുകയാണ്. P എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആദ്യം ഇരുന്നത്. അവിടെ നിന്ന് P' എന്നുള്ള പുതിയ പോയിന്റിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യത്തെ ഫസ്റ്റ് വെക്ടറിനെ R എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം വേറൊരു പൊസിഷനിലോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ അതിനെ ഒരു വേറൊരു കേർവിൽ വരയ്ക്കുകയാണ്. ഇതാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്താണിത്. ഓക്കെ, അതിപ്പോൾ പോയിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ P'. അപ്പോൾ അതിനൊരു പൊസിഷൻ വെക്ടർ നമുക്ക് വരച്ചു കൊടുക്കാം. ഒറിജിനിൽ നിന്നല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒറിജിനിൽ ഞാൻ ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. ഞാൻ അതിനെ R' എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചു? Pയിൽ നിന്ന് P' പോയി. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങനെ വരുന്നത്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ദി ഫൈനൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇത് ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ P', ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് dv എന്നാണ് ഞാനിപ്പോൾ തൽക്കാലം എഴുതിയേക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? P' ആണ് ഫിഗറിൽ. ഓക്കെ, മനസ്സിലായല്ലോ. അത് ആ ഐഡിയ അത്രയേ ഉള്ളൂ. അപ്പം ഫിഗറിൽ അതാണ്. പക്ഷെ നമുക്കിനിയിപ്പം ഇക്വേഷനിൽ എഴുതണം. ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും ഐഡിയ സിമ്പിളാണ്. നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറിന് Δr എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ R' - R എന്ന് എഴുതിക്കൂടെ? ആ ഐഡിയയിൽ നിന്നും R' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x' y' എന്ന് വരുമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസം വരത്തില്ല. കാര്യം പുതിയ രണ്ട് പൊസിഷൻ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആറിൻ്റെ ഓൾറെഡി അറിയാം, എക്സും വൈയും ആണെന്നറിയാം. നമുക്ക് R' - x എന്ന് R' - R എന്ന് ഞങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻ ഫുള്ളായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ x' I plus y' j minus
എക്സ് ഐ പ്ലസ് വൈ ജെ അല്ലേ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഐറ്റമുകൾ മാത്രം ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? അവസാനം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഐറ്റമുകൾ മാത്രം എഴുതി കഴിയുമ്പം ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ട് എഴുതാൻ പറ്റും? കാര്യം നമ്മൾ ഇവിടുത്തെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് എക്സ് ആണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? വൈ ഡാഷ് മൈനസ് വൈ ആണ് കേട്ടോ. ഞാൻ പുതിയൊരു ഇതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഡെൽറ്റ കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് ചേഞ്ചാണ്. അപ്പം ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയമെൻഷനുള്ള ഒരു പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ച് സെപ്പറേറ്റ് ആയിട്ട് കാണുക, വൈ കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ച് സെപ്പറേറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പോൾ ഇതേ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ വളരെ സിമ്പിളാണ്. ഇനിയിപ്പം വെലോസിറ്റിയും കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഇതേ ഐഡിയ തന്നെ യൂസ് ചെയ്യാം. എങ്ങനെ പറയാൻ പറ്റും? വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര നേരം പഠിച്ചെന്തായിരുന്നു? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം എന്നല്ലായിരുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബേസിക്കലി ഈ ഒരു ഡെൽറ്റ ആറിനെ എന്താണ്? ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈമും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം മുമ്പത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ എക്സ് ബൈ ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെയും ഈ ഒരു ഇതിനെയും ഡിവൈഡ് ചെയ്യുക. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് കോർഡിനേറ്റിലുള്ള ചേഞ്ചിനെ ടൈമും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ എക്സ് കോർഡിനേറ്റിലുള്ള വെലോസിറ്റി വെക്ടർ കിട്ടത്തില്ലേ? അപ്പോൾ വി എക്സ് കിട്ടത്തില്ലേ? വി എക്സ് കിട്ടത്തില്ലേ? അപ്പോൾ വി എക്സ് കിട്ടും. അത് കൂടാതെ തന്നെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി വൈയും കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു വെക്ടർ ഇടുന്ന സമയത്ത് ഇവിടെ ഐ ക്യാപ്പും പറയണം, ജെ ക്യാപ്പും പറയണം. ഓക്കെ, ഇതാണ് സിമ്പിൾ ഐഡിയ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരു വലിയ വെലോസിറ്റി തന്നേക്കാം. നമുക്കപ്പം ടോട്ടൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ കുറച്ചും പറ്റും നമ്മുടെ സമച്ചന്നെ ചെയ്താൽ മതി. വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ, അത് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇവിടുത്തെ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് തമ്മിൽ സ്ക്വയർ ചെയ്താൽ മതി. ഇനി സപ്പോസ് ഒരു ആംഗിളുണ്ട്, അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ഇപ്പോൾ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ. ഈ വെക്ടർ അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട്, അതായത് അതിൻ്റെ വി എക്സ് ഐ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കമ്പോണൻ്റ് അലോങ് എക്സ് ആക്സിസുമായിട്ടൊരു ആംഗിൾ തീറ്റ ഉണ്ട് നമ്മുടെ വെക്ടർ വിക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് ഈ ഐഡിയ കുറച്ചും പറഞ്ഞു തന്നതാണ്. അപ്പം ബേസിക്കലി ചില കാര്യങ്ങളൊക്കെ റെപ്പറ്റേഷൻ തന്നെയാണ്. ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പം എന്താണ്? ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്? ആക്ച്വലി വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, ഓരോ പൊസിഷനിലും അതിനൊരു പൊസിഷൻ വെക്ടർ ഉണ്ടല്ലേ. ഈ ഒരു പൊസിഷനിലൊരു പൊസിഷൻ വെക്ടർ ഉണ്ട് ആർ. അടുത്ത് ഇപ്പം എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ആർ ഡാഷ്, ഞാനിപ്പോൾ സപ്പോസ് ആർ ഡാഷിൻ്റെ പൊസിഷനിലുള്ള എൻ്റെ വെലോസിറ്റി വെക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ആ കേർവിന് അവിടുത്തെ ആ ഒരു പൊസിഷൻ അതിന് ടാൻജൻഷ്യലായിട്ടൊരു ലൈനിങ് വരയ്ക്കണം. നിങ്ങൾ അതിനെ ഒരു സർക്കിളിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ സർക്കിളിന് ടാൻജൻഷ്യലായിട്ടൊരു വരയ്ക്കുക. അതാണ് ആ പൊസിഷനിലെ വെലോസിറ്റി. ഈ പൊസിഷനിലെ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ, അതായത് ആർ എന്നുള്ള പൊസിഷൻ വെക്ടർ ചോദിക്കുകയാണെങ്കിൽ അതിന് ഇപ്പം അതിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പാത്തെങ്കിൽ അതിന് എലോങ് ആയിട്ട് തന്നെ ആയിരിക്കും വെലോസിറ്റി.
ഇവിടുത്തെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും. ആ ഒരു പോയിന്റിലെ വെലോസിറ്റിയാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അത് ബോഡി ചരിയുന്നുണ്ട്, ചരിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി മാറും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ പോകാം. ഐഡിയ സംഭവം ഇത് തന്നെയാണ്. ആക്സിലറേഷനിൽ വരുന്ന സമയത്ത് ലൈക്ക് ഇപ്പം വെലോസിറ്റി വി ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് പറഞ്ഞ പോലെ ആക്സിലറേഷൻ പറയുമ്പോഴും ഇതേ ഐഡിയ തന്നെ. വെലോസിറ്റി വെക്ടറിൻ്റെ അകത്തുള്ള കമ്പോണൻറ്റ് ചേഞ്ച്, അതായത് വെലോസിറ്റിക്കുള്ള ചേഞ്ച് ആണല്ലോ ആക്സിലറേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വി എക്സിനെ ചേഞ്ച് ഇൻ വി എക്സിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ കിട്ടും, എ എക്സ് കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ ഡെൽറ്റ വി വൈനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ അലോങ് വൈ ഡയറക്ഷനും കിട്ടും. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ മാത്രമേ തൽക്കാലം എഴുതുന്നുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേ ഐഡിയ തന്നെ എ എക്സ് ഐ പ്ലസ് എന്ത് വരും, എ വൈ ജെ. ഓക്കെ, ഇനി അടുത്തൊരു ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഈ ടോപ്പിക്ക് വായിക്കാൻ കുറേ ഐഡിയാസ് വരുന്നുണ്ട് അവിടെ. അപ്പം 1 ഡയമെൻഷനിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി. അതായത് 1 ഡയമെൻഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെലോസിറ്റി ഇപ്പം എപ്പോഴും ഒന്നുകിൽ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ തിരിച്ചതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാത്രമേ 1 ഡയമെൻഷനിലുള്ളല്ലേ. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിലുള്ള ആംഗിൾ ഒന്നുകിൽ തീറ്റ ഇസിക്കൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അതായത് വെലോസിറ്റി ആക്സിലറേഷൻ ഒരേ ഡയറക്ഷൻ ആയിരിക്കും ഒന്നുകിൽ, അല്ലെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതെങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്സിലറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 180 ഡിഗ്രിയാണ്. അപ്പം ഒരു ബോഡി ഒരേ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അപ്പം സ്പീഡൂടെ കൂട്ടുന്നു, അപ്പം വെലോസിറ്റി ആക്സിലറേഷൻ ഒരേ ഡയറക്ഷനാണ്. അതാണ് തീറ്റ ഇസിക്കൽ 0യുടെ എക്സാമ്പിൾ. അപ്പം ഈ 2 കേസുകൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ 2 ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ആംഗിൾ 0യ്ക്കും 180ക്കും ഇടയിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും വരാം. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് കുറേ ഉണ്ട്. നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർക്കുലർ മോഷൻ ചിന്തിക്കുന്ന സമയത്ത് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ 0 ആൻഡ് 180ക്ക് ഒരു എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞത് 2 ഡയമെൻഷൻ കേസിൽ വെലോസിറ്റി ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി എന്ന് പറയാം. ഇത് ആംഗിൾ ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0യും 180യും കൂടാതെ അതിനിടയിൽ ഏത് വാല്യൂ വേണമെങ്കിലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സർക്കുലർ മോഷൻ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ഓൾറെഡി 1 ഡയമെൻഷനിൽ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതായത് വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി, ആ ഒരു എക്സാമ്പിൾ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതേ ഐഡിയ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, നിങ്ങൾ 1 ഡയമെൻഷൻ്റെ അത് പഠിച്ചപ്പോഴും മോഷൻ 1 ഡയമെൻഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഡയമെൻഷൻ വേർഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ 2 ഡയമെൻഷനിലുള്ള ഇക്വേഷൻ്റെ ഫോംസാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് അത് കമ്പയർ ചെയ്യാൻ നോക്കുക. അതായത് ആക്സിലറേഷനും ഇപ്പം ഇവിടെ ഉള്ളപ്പോഴത്തേക്കും ആക്സിലറേഷനും 1 ഡയമെൻഷനിൽ പഠിച്ച ഇക്വേഷനും 2 ഡയമെൻഷൻ പഠിച്ച ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള. അപ്പം ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആക്ച്വലി ഓരോ ആക്സിസിനെയും സെപ്പറേറ്റ് ഇക്വേഷനിൽ നിങ്ങൾ എഴുതുന്നു. അപ്പോൾ ഞാനിപ്പം ഒരു വെലോസിറ്റി ഇക്വേഷൻ എഴുതുകയാണ്. എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. ഇതാണ് സിമ്പിൾ ഇക്വേഷൻ. ഇപ്പം ഉണ്ടോ, ഇപ്പം ഇക്വേഷൻ എഴുതി. ഇനിയിപ്പം വി വൈ എഴുതുന്നു. വി വൈ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ നൊട്ടേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ച വി ഇസിക്കൽ യു പ്ലസ് എ ടി, അത് 1 ഡയമെൻഷൻ പഠിച്ചു. ഇനിയിപ്പം 2 ഡയമെൻഷൻ വരുന്ന സമയത്ത് അവിടെ 2 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിസിന് സെപ്പറേറ്റ് ആയിട്ട് അതേ ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ വി എക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ് എലോങ് എക്സ് ആക്സിസ്. വി 0 എക്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി എലോങ് എക്സ് ആക്സിസ്. എ എക്സ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ആ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എല്ലാം എക്സ് ആക്സിസ്. ഇതേ കണ്ടീഷനാണ് വൈ ആക്സിസിലും വരുന്നത്. അപ്പം
നിങ്ങൾ സെപ്പറേറ്റ് രണ്ട് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വൺ ഡയമെൻഷണൽ ആക്സിസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളിവിടെ 2 ഡയമെൻഷനായിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഐഡിയ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എച്ച് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എഴുതാൻ പറ്റും. എക്സിനും വൈക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം മോഷൻ്റെ പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രണ്ട് വൺ ഡയമെൻഷൻ മോഷൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, an institution for innovative teaching, medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years. Integral, Galaxy Building, Kattanam. 94475 66683 94471 ഇനി നമുക്ക് ഇത്ര നമ്മൾ പ്ലെയിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ പഠിക്കും. ഈ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മോഷനെ പ്ലെയിൻ്റെ രണ്ട് ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് അത് പഠിക്കാൻ നോക്കാം. അപ്പം ഞാൻ സ്ക്രീൻ മുഴുവൻ തുടച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ആദ്യം പോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് പറയേണ്ടത്? പ്രൊജക്റ്റൈൽ മോഷനാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ. അപ്പം ഒന്നാമത്തെ മോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റൈൽ, രണ്ടാമത്തെ സർക്കുലർ മോഷനാണ്. ഇത് രണ്ടുമാണ് ആക്ച്വലി രണ്ട് ടിപ്പിക്കൽ 2 ഡയമെൻഷൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ. അപ്പോൾ ആ ഏരിയ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. അപ്പം എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു കല്ലെടുത്ത് എറിയുന്നു. എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന പാത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതൊരു പാരാബോളിക് പാത്തായിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രൊജക്റ്റൈൽ എന്നൊരു വാക്ക്, നിങ്ങൾ പ്രൊജക്റ്റൈൽ ടൈപ്പ് ഓഫ് മോഷൻ, നിങ്ങൾ ഇപ്പം മിസൈൽ പോകുന്നു അല്ലെങ്കിൽ ബുള്ളറ്റ്, അതായത് ഇങ്ങനെ ഫയർ ചെയ്യുന്നു. ഇപ്പോൾ ബുള്ളറ്റ് നേരെ ഫയർ ചെയ്താൽ പോലും അത് എങ്ങനെ, ഇപ്പോൾ ഒരു ബുള്ളറ്റ് നേരെ ഫയർ ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ പാത്ത് നിങ്ങൾ വരയ്ക്കുകയാണ്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ പ്രൊജക്റ്റൈലാവുമെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഒരു ഹാഫ് ഓഫ് ദ പാത്താണ്, അതായത് പ്രൊജക്റ്റൈലിൻ്റെ പകുതി മുതലുള്ളതാണ്, ബാക്കി പകുതി ഇവിടെ ഉണ്ട്. അപ്പം ബുള്ളറ്റ് നിങ്ങൾ കുറച്ച് ആംഗിളിൽ ഫയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും ബുള്ളറ്റിൻ്റെ കേസിൽ. ഞാൻ പറയാൻ വന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇനിഷ്യൽ എനർജി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വിടുകയാണ്. ഇനിഷ്യൽ എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെലോസിറ്റി ആണ്, കൈനറ്റിക് എനർജി ആണ് അല്ലേ. കൈനറ്റിക് എനർജി നിങ്ങളൊരു ബോഡിയെ വിടുന്നു ഒരു ആംഗിളിൽ, ആ ആംഗിളിനെ നിങ്ങൾ തീറ്റ എന്ന് വിളിച്ചു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി മാറി. അതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ ഈ സൈഡിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ വെലോസിറ്റി മാറി. അപ്പം ഇപ്പം ഞാൻ ഇതിനെ ഇവിടെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി v വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് അതേ വെലോസിറ്റി ഞാൻ v1 വിളിച്ചു. ഓക്കെ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു പാത്തിനെ വിളിക്കുന്നവർ, ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്നവർ എന്താണ്? പ്രൊജക്റ്റൈൽ പാത്ത് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പരാബോളിക് പാത്ത് എന്ന് പറയാം. പരാബോളിക് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഒരു പരാബോളയുടെ ഇതെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഇക്വേഷൻ്റെ ഒരു ഫോമാണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ ഫോം ഓർത്തിരിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻട്രൻസിനൊക്കെ ഇങ്ങനെ കുറച്ച് ഫോംസ് വന്നിട്ട് ഇതിലേതാണ് ഒരു പ്രൊജക്റ്റൈൽ പാത്തിൻ്റെ ഫോം എന്ന് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളിത് കാണാൻ പഠിക്കേണ്ട ആവശ്യമായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇത്രയും പാർട്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ആരോ ഇട്ട് വരച്ചേക്കുന്ന പാർട്ടെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്. ഇവിടെ ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. വെളിയിലുള്ള എക്സും എക്സ് സ്ക്വയറും ആണ് ഇവിടുത്തെ വേരിയബിൾസ്. അപ്പോൾ ഇത് നമുക്കൊരു ടിപ്പിക്കൽ പരാബോള ഇക്വേഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും, bx² എന്നൊരു ഫോമിൽ എഴുതാം. ഇതൊരു പരാബോളിക് ഫോമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള പരാബോള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ y = bx² മാത്രമേ കാണത്തില്ലായിരിക്കും. ax എന്ന് പറയുന്ന ഒരു പാരാമീറ്ററോടെ കയറി വന്നാൽ പോലും അതൊരു പരാബോളയുടെ ഒരു ഫോമായിട്ട് തന്നെ മാറാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇതിൻ്റെ കുറച്ചേറെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബോഡി ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം അതിനുള്ള വെലോസിറ്റിയാണ് v. അപ്പം അതിൻ്റെ വെലോസിറ്റി v ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ആ വെലോസിറ്റി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് വെലോസിറ്റി എലോങ് ഹൊറിസോണ്ടൽ ആക്സിസ് നിന്നും വെലോസിറ്റി എലോങ് വെർട്ടിക്കൽ ആക്സിസ് നിന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക്, നിങ്ങൾ ആ ബോഡിയെ റിലീസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഈ വെർട്ടിക്കൽ ആക്സിസിനുള്ള വെലോസിറ്റിക്ക് മാത്രമാണ് ഒരു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ലറേഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം നിങ്ങളിപ്പോൾ ഈ ബോഡി മുകളിലോട്ട് വരെ പോകുന്നു, അതായത് ഈ ഒരു പോയിന്റ് എത്തുന്ന വരെയുള്ള പോയിന്റ്, അതുവരെ ആ ബോഡി ഇങ്ങനെ മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് vy-ക്ക് ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക vy. എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം vy കുറഞ്ഞ് 0 ആയതുകൊണ്ടാണ് പിന്നെ ബോഡി മുകളിലോട്ട് പോകാത്തത്, പിന്നെ ബോഡി താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ ആക്സിസിലുള്ളതിന് എന്താ സംഭവിക്കുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിനെ സംബന്ധിച്ചോളം അതിന് എലോങ് ആയിട്ട് ഒരു ഫോഴ്സും അതിൽ ആക്ട് ചെയ്യുന്നില്ല. ആ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു ആക്സിലറേഷൻ ഇല്ലെന്ന് അതിൻ്റെ മീൻസ് എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് നെഗ്ലക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ അതൊന്നും ഈ ഇക്വേഷനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ത്രൂ ഔട്ട് ദി ജേണി. പക്ഷേ ഈ ഒരു പോയിന്റിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിന് ശേഷം സംഭവിക്കുന്നത് പറഞ്ഞാൽ vy എന്ന് പറയുന്ന വെലോസിറ്റി എലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ, ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇങ്ങോട്ട് വരുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. കണ്ടോ, താഴോട്ട് വരുന്നതോറും കൂടിക്കൊണ്ട്, കാര്യം എർത്ത് താഴോട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി അലോങ് y കോമ്പണൻറ്റ് എപ്പോഴും ഇവിടം വരെയുള്ള ഫേസിൽ അത് ഡിസലറേഷൻ ഫേസും താഴോട്ടുള്ള ആക്സിലറേഷൻ ഫേസിലുമാണ് നിൽക്കുന്നത്. പക്ഷേ വെലോസിറ്റി അലോങ് x കോമ്പണൻറ്റ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള വെലോസിറ്റി എപ്പോഴും ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് മാക്സിമം ഹൈറ്റിലെത്തുന്ന പോയിന്റ്, ആ പോയിന്റിലെത്തുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ പ്രത്യേകത? മാക്സിമം ഹൈറ്റിലെത്തുമ്പോഴത്തേക്കും അതിന് വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഇല്ല, 0 ആണ് ആ സമയത്ത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് എത്ര സമയം എടുത്തിട്ടാണ് ഇത് ഇവിടുന്ന് ഇവിടം വരെ എത്തുന്നതെന്നുള്ള ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. t = tu sin θ/g. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഇക്വേഷൻ എളുപ്പം ചെയ്യാൻ വേണ്ടിയൊക്കെ g എപ്പോഴും 10 ആയിട്ടൊക്കെ നമുക്ക് തരാറുണ്ട്. അതൊക്കെ എപ്പോഴും എല്ലാവരും തന്നിട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ 9.8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും u ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ നോക്കുക. പിന്നെ മാക്സിമം ഹൈറ്റ് എത്രത്തോളം ഹൈറ്റിൽ അത് പോകുന്നു എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ u² sin² θ/2g. അപ്പം പിന്നെ വേറെയുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം പോകുന്നു, അതായത് ഈ ഹൊറിസോണ്ടലി എത്ര റേഞ്ച് പോകുന്നു എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r = u² sin 2θ. ഈ sin 2θ ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ sin 2θ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 sin θ cos θ എന്നൊക്കെ എഴുതാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്ത്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ഇക്വേഷൻസ് എളുപ്പം ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു ഐഡിയ എപ്പോഴും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് മോഷൻ പഠിക്കാം. അതിൻ്റെ പേരാണ് സർക്കുലർ മോഷൻ. അപ്പം സർക്കുലർ മോഷൻ നിങ്ങൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഐഡിയയും ഡീറ്റെയിലും, അതായത് ഇക്വേഷൻ പരമായിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHM, അതായത് ഓസിലേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ അതിൻ്റെ കുറച്ച് ഐഡിയ പഠിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ SHM മോഷനൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡിയെ നമ്മളിങ്ങനെ ഒരു മേ ബി ഒരു ത്രെഡിൽ, ഒരു കയറിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണെന്നിരിക്കുക, സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സർക്കുലർ മോഷൻ്റെ ഒരു കുറച്ച് പാത്ത് മാത്രം
വരയ്ക്കുകയാണ്. ഒരു സർക്കിളിൻ്റെ കുറച്ച് പാർട്ട് മാത്രമാണ്. ഓക്കെ, അതിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ബോഡിക്ക് ഞാൻ രണ്ട് പൊസിഷനിലുള്ള രണ്ട് പൊസിഷൻ വെക്റ്റേഴ്സ് വരയ്ക്കുകയാണ്. ഈ ഒരു പൊസിഷനിലൊരു പൊസിഷൻ വെക്റ്റർ, ഈ ഒരു പൊസിഷനിലൊരു പൊസിഷൻ വെക്റ്റർ. അപ്പം ഇതിനെ ഞാൻ R1 എന്ന് വിളിച്ചു. R1 എന്നുള്ള പൊസിഷൻ വെക്റ്ററിലെ അതിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്. അപ്പം ഒരു സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയെ ഇങ്ങനെ ഒരു പോയിൻറ്റ് ചുറ്റും കിടത്തിങ്ങനെ ഒരു സ്ട്രിങ് നിലപ്പിച്ചിട്ട് കറക്കുകയാണ്. അങ്ങനെ കറക്കുന്ന സമയത്ത് ആ ബോഡി ആ സർക്കുലർ മോഷൻ നടത്താൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ ആ ഒരു സ്ട്രിങ്ങിൽ അതിനെ കെട്ടി വെച്ചേക്കാണല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്കാണ് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സെൻറ്ററിലേക്ക് അതിൻ്റെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ നിർത്തിയേക്കുന്നുണ്ടാണ് അതിൻ്റെ സർക്കുലർ മോഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കയറിട്ട് കറക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൈ പോകുന്ന ഒരു രീതി, കയ്യിലേക്കാണ് അതിൻ്റെ ഒരു ബലം പിടിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പം ആക്സിലറേഷനും സെൻറ്ററിലോട്ടുണ്ട്. ആ ആക്സിലറേഷനാണ് ഞാനിവിടെ ഒരു എ എന്ന് വിളിക്കുന്നത്. അതിനെ ഞാൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിളിച്ചു. ഇവിടെയുണ്ട് അതേ എ തന്നെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഓക്കെ, രണ്ടിടത്തെ എ സെയിം തന്നെയാണ്. കാര്യം രണ്ടിടത്തും ഒരേപോലെ ഉള്ളതുകൊണ്ടാണ് ആ കറക്റ്റായിട്ട് ആ സർക്കുലർ മോഷൻ്റെ റേഡിയസ് ചേഞ്ച് ആകാതെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആക്സിലറേഷൻ്റെ വാല്യൂ മാറുവാണെങ്കിൽ ഒന്നിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും. ആ അതായത് ആ സർക്കുലർ മോഷൻ്റെ ഒന്നീ റേഡിയസ് കൂടുകയോ കുറയുകയോ ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കര സ്പീഡിൽ നിങ്ങൾ കറക്കാൻ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്ട്രിങ് ചിലപ്പോൾ പൊട്ടിപ്പോത്തില്ലേ. അപ്പോൾ അതൊക്കെ ഇറക്കുന്ന സ്ട്രിങ് പൊട്ടിപ്പോകാന്ന് പറയുമ്പോഴത്തേക്കും അതിന് ബേസിക്കലി അതിൻ്റെ പാത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കണം, അതായത് റേഡിയസിന്. അതുകൊണ്ടാണ് ആ സ്ട്രിങ്, അതായത് ടെൻഷൻ കൂടി ബോഡി കുറച്ചുകൂടെ വെളിയിലോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ടെൻഷൻ, അതായത് സ്ട്രിങ്ങിന് ഇപ്പോൾ അത്രയും കട്ടിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതാണ് അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച ഐഡിയ. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ജസ്റ്റ് ഇവിടെ ഇപ്പം ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെലോസിറ്റി എപ്പോഴും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇവിടുത്തെ വെലോസിറ്റി ഇത് V1 ആണ്. ഈ ഒരു ഡയറക്ഷനിലെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഞാനത് ഇച്ചിരി ഇതായിട്ട് പോകുന്നേ ഉള്ളൂ. അതും ഞാൻ ടാൻജൻഷ്യലായിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അത് V2 ആണ്. ഇത് നോക്ക്, V1 ഉം V2 ഉം സെയിം ആണോ? അല്ല. എന്തുകൊണ്ടാണ്? വെലോസിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ മാത്രമേ രണ്ട് വെക്റ്റേഴ്സ് സെയിം ആകത്തുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഈവൻ ദോ ദി മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം, ഡയറക്ഷൻ ഇസ് നോട്ട് ദ സെയിം അല്ലേ. ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടുത്തേത് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ആകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ആകുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ഈ ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒരു പ്രത്യേക കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെൻട്രിപെറ്റൽ ആക്സിലറേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ വെലോസിറ്റിയും റേഡിയസും തമ്മിൽ വെലോസിറ്റി സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടും. അത് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഓരോ ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ പലയിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒമേഗ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν. ഇത് ആംഗുലർ സ്പീഡാണ്. എന്താണ് ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കുലർ മോഷനിൽ പൊക്കോണ്ടിരിക്കുന്ന ബോഡിക്ക് ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും അത് 360 ഡിഗ്രി വെച്ചിട്ട് അത് ഫുൾ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻസ് വെച്ചിട്ട് അത് കറങ്ങുന്നു, എത്ര റേഡിയൻസ് വെച്ച് എത്ര ആംഗിളിലാണ് അത് കറങ്ങുന്നത് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഫിസിക്കൽ മീനിങ് ആണ് ഒമേഗ നമുക്ക് തരുന്നത്. ഓക്കെ, ഒമേഗയുടെ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് 2πν ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒമേഗയും ഞാനിവിടെ ജസ്റ്റ് എഴുതുകയാണ്, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്, ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന ഒരു ബോഡിയുടെ ഒരു ടിപ്പിക്കൽ ഇക്വേഷനാണ് ഞാനിപ്പോൾ എഴുതുന്നത്.
എ സൈൻ ടി ഐ പ്ലസ് ബി കോസ് ടി ജെ. ഇതെന്ന് പറയുന്ന ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന ഒരു ബോഡിയുടെ ഇക്വേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നിങ്ങൾക്ക് അവസാനം കിട്ടുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയോ? -r എന്ന് കിട്ടും. അതായത് പൊസിഷൻ വെക്ടറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അതായത് നിങ്ങൾ നോക്ക്, പൊസിഷൻ വെക്ടർ ഞാൻ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് വരച്ചു, അതിൻ്റെ ഹെഡ് അങ്ങോട്ടാണ് പോകേണ്ടത്, അതായത് ഔട്ട് ഓഫ് ദ സർക്കിളാണ് അതിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഇൻ ടു ദ സർക്കിളാണ്, ഇൻ ടു ദ ഒറിജിനാണ് ആക്സിലറേഷൻ. ഏത് ആക്സിലറേഷൻ? സെൻറ്റിപ്പിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ സെൻറ്റിപ്പിറ്റൽ ആക്സിലറേഷൻ A = -r എന്നതാണ് ഒരു സർക്കുലർ മോഷൻ്റെ ആറിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു റിലേഷനാണ്. ഈ റിലേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു റിലേഷൻ തരുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു സർക്കുലർ മോഷൻ നടത്തുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഇക്വേഷൻ ആണെന്നാണ് നിങ്ങൾ അണ്ടർസ്റ്റുഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മോഷൻ പ്ലെയിൻ്റെ തേർഡ് പാർട്ടും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഇനി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അല്ലേ. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്യണം. അതിന് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു രീതിയിലൊരു ടെസ്റ്റിന് വേണ്ടി ഒരെണ്ണം തരുന്നുണ്ട്. അപ്പം ഓൾറെഡി അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിച്ചു ക്ലാസ്സിൽ. അപ്പം ഇനിയും ഡൗട്ടുള്ളവർ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക്.